രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് BJP കടന്നിരിക്കുന്നു. ഇതിനായി 11 കേന്ദ്രമന്ത്രിമാരെയും 3 സഹമന്ത്രിമാരെയുമാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് നിയമിച്ചിരിക്കുന്നത്. കൂടാതെ 5 ജനറൽ സെക്രട്ടറിമാരും ഇതിൻ്റെ ചുമതലകൾ വഹിക്കും. ഉത്തർപ്രദേശിൽ പീയൂഷ് ഗോയലിനാണ് ചുമതല, ബീഹാറിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, മധ്യപ്രദേശിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ഗുജറാത്തിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിനായിരിക്കും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളുടെ ചുമതല. കർണാടകത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനും, ഗോവ സുനിൽ ബൻസാൽ, തമിഴ്നാട്ടിൽ കിഷൻ റെഡ്ഡിയാണ്. സംസ്ഥാന അധ്യക്ഷന്മാരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ഇതിൽ വളരെ നിർണായകമായ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് തമിഴ്നാടും ത്രിപുരയും ഉത്തർപ്രദേശുമൊക്കെയാണ്. കാരണം അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാലാവധി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ അണ്ണാമലയാണ്. അണ്ണാമലെ 2021 സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. തെലങ്കാനയിൽ കിഷൻ റെഡ്ഡിയാണ്. അദ്ദേഹത്തിന് പകരം, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം പുതിയ ആൾ രംഗപ്രവേശം ചെയ്യും. അദ്ദേഹം 2023 സംസ്ഥാന അധ്യക്ഷനായ ഒരു വ്യക്തിയാണ്. ത്രിപുരയിലെ രാജ് ഭട്ടാചാര്യയാണ്. അദ്ദേഹം 2022 ചാർജ് ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹത്തിനും ഇനി 1 വർഷം കൂടി കിടക്കുന്നു. ഉത്തർപ്രദേശിൽ ചൗധരി ഭൂപേന്ദ്ര സിംഗാണ്. അദ്ദേഹം 2022 സംസ്ഥാന അധ്യക്ഷനായത്. 3 വർഷമാണ് ഒരു സംസ്ഥാന അധ്യക്ഷൻ്റെ കാലാവധി. 3 വർഷം കഴിഞ്ഞവരെ ആകും ഒരുപക്ഷെ മാറ്റുക. പക്ഷേ തമിഴ്നാട്ടിലടക്കം ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ച് കഴിഞ്ഞിരിക്കുന്നു BJP. തമിഴ്നാട്ടിൽ കിഷൻ റെഡ്ഡിയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ളത്. ഒരുപക്ഷെ അണ്ണാമലെ തന്നെ തുടരുമോ അതോ പകരം അണ്ണാമലെ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ട് എൽ മുരുകൻ വീണ്ടും സംസ്ഥാന അധ്യക്ഷനാകുമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഈ വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അണ്ണാമലെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് എൽ മുരുകൻ വീണ്ടും തമിഴ്നാടിൻ്റെ BJP അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. കാരണം തമിഴ്നാട്ടിൽ BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ്. വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അണ്ണാമലയ്ക്ക് പകരം എൽ മുരുകൻ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും BJP നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. എല്ലാ സംസ്ഥാനത്തും വരണാധികാരിയെ നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും.